ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. ഗൈസ്, നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് തൊട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഈ ചാനൽ ഞാനൊരു ഹാർഡ് കോർ സീരീസ് നിന്നാണ് തുടങ്ങിയത്. പക്ഷെ എൻ്റെ സ്വന്തം കയ്യബദ്ധം കൊണ്ട് തന്നെ എൻ്റെ ആ വേൾഡ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു സെക്കൻഡ് ചാൻസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതെ ഗൈസ്, ഒരു ഹാർഡ് കോർ സീരീസ് ഞാൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ഹാർഡ് കോർ സീരീസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്തുകൊണ്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കാര്യം ഞാൻ ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് ഹാർഡ് കോർ സീരീസ് ചെയ്യണത്. എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ഷെയർ ഇറ്റ് ഗൈസ്. വീഡിയോയിലിട്ട് കിടക്കാം. നമ്മുടെ ഹാർഡ് കോർ വേൾഡ് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. നമുക്കിനി നൈസായിട്ട് നമ്മുടെ വേൾഡിൽ ഫസ്റ്റ് വുഡൊക്കെ ഒന്ന് മുറിച്ച് തുടങ്ങാം. ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു ഷീപ്പിനെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് അതിനെ കൂടി തട്ടാം. അങ്ങനെ നമ്മൾ ഫുള്ളി സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മുറിച്ച മരത്തിന്റെ സാപ്ലിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഷീപ്പ് തന്നെ തോന്നുന്നു അതിന്റെ വോള് ഇങ്ങനെ എടുത്തേക്കാം. ചെറിയൊരു തിരുത്തുണ്ട്. നമുക്ക് ഇത് വേറെ ഷീപ്പായിരുന്നു നമ്മൾ ആദ്യം കൊന്നത്. ആ സാരമില്ല, നമുക്ക് എന്തായാലും വോള് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കൗവിനെയും കൂടി ഉണ്ട്. കൗവിനെയും കൂടി തീർത്തേക്കാം. അങ്ങനെ നമ്മളെ മൂന്നാമത്തെ വൂളിനുള്ള സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വേൾഡിലെ ഫസ്റ്റ് ബെഡ് ഇവിടെ സെറ്റ് ആയിരിക്കുന്നതാണ് സുഹൃത്തുക്കളെ. നമുക്കിവിടെ ഒരു ചെറിയ ബ്ലോസം ബയോം ഒക്കെ ഞാൻ അവിടെ കാണുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് പോവാം. ആ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ എക്സ്പ്ലോറേഷൻ തുടങ്ങി. ഏകദേശം ഒരു അരമണിക്കൂറോളം ആ ഡയറക്ഷൻ തന്നെ നടന്ന് നമ്മുടെ ബേസിനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി. ഹാർഡ് കോർ വേൾഡിന്റെ അവസാനം ഇന്ന് തന്നെ നമ്മൾ സെറ്റാക്കിയാണ്. ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങിയതിന് മുമ്പ് തന്നെ ചാവാനുള്ള ഒരു പുറപ്പാടായിരുന്നു അത്. അപ്പോൾ നമ്മുടെ അരമണിക്കൂറോളം നീണ്ടൊരു എക്സ്പ്ലോറേഷന് ശേഷം നമ്മളൊരു പ്ലെയിൻസ് പോലത്തെ ഒരു ഏരിയ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതാണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ബേസും ബാക്കിയുള്ള ബിൽഡ്സും ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ലാസ്റ്റത്തെ ക്ലിപ്പ് നിങ്ങൾ കണ്ടതിന് ശേഷം ഫോണിന്റെ ചാർജ് ഏകദേശം തീരുമാനമായിട്ടുണ്ടായി. അതുകൊണ്ട് ഇത് അടുത്തൊരു ദിവസം ആണ് ബാക്കി റെക്കോർഡിങ് ചെയ്യണത്. സൂര്യൻ അവിടെ അസ്തമിച്ചു തന്നെയുണ്ട്. അത്യാവശ്യം നൈസ് ഒരു ഫ്രെയിം തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ്, നമ്മളിവിടെ ഒരു സ്പ്രൂസിന്റെ 2-3 സാപ്ലിങ്സ് ഇവിടെ നട്ടിട്ടുണ്ട്. കാര്യം ഞാൻ ഒരു സ്പ്രൂസിന്റെ സാപ്ലിങ് എടുത്തിട്ടുണ്ടാവുള്ളൂ അവിടെ മഞ്ഞ വഴിയിൽ നിന്ന്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സാപ്ലിങ് മാത്രം അവിടെ നിന്ന്
ഒപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി സാപ്ലിങ് എടുക്കാനുള്ള നേരമൊന്നും ഉണ്ടായില്ല. അപ്പൊ നമ്മൾ ഒരെണ്ണം വെച്ച് തന്നെ നട്ട് 2-3 സാപ്ലിങ് ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇതിൽ നിന്നും കൂടെ കിട്ടിക്കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു ഫുൾ ട്രീ സെറ്റ് ആക്കാൻ. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ബിൽഡ് ഏകദേശം വരാൻ പോണെന്ന് പറയുമ്പോൾ നമ്മുടെ ആ ബെഡും ചെസ്റ്റൊക്കെ ഇരിക്കണതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ഭാഗത്തായിട്ട് വരും. നമ്മളെപ്പോഴത്തെയും പോലെ തന്നെ ഒരു മിഡീവൽ തീമാണ് പിടിക്കാൻ പോണത്. പിന്നെ ഇത് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു വീടാണ്. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെന്തായാലും നിങ്ങൾ ക്ഷമിക്കുക. സോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു 4 അയൺ കിട്ടിയിട്ടുണ്ടായി എക്സ്പ്ലോർ ചെയ്യണ വഴിയിൽ നിന്ന്. നമുക്ക് ആ 4 അയൺ കൊണ്ട് ഒരു ഷീൽഡും ഒരു അയൺ പിക്കാക്സും ഉണ്ടാക്കി വെച്ചേക്കാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ബേസ് എന്തായാലും തന്നെ ആ ഒരു ഡയറക്ഷനിലായിരിക്കും. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് കുഴിച്ചു തുടങ്ങാം ഉള്ളിലേക്ക്. ഒരു ടെമ്പററി മൈൻഡ് സെറ്റ് പോലെ ചെയ്യാൻ പോകണയാണ് നമ്മൾ ഇവിടെ നിന്ന്. അങ്ങനെ നമ്മൾ കുഴിച്ച് ഏകദേശം ബൈ ലെവൽ 46 വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ട കാഴ്ചയാണ് ഇത്. കണ്ടില്ലേ, നമ്മുടെ വേൾഡിലെ ഫസ്റ്റ് ഡയമണ്ട് നമുക്ക് ഇവിടെ കിട്ടിയേക്കാനാണ്. എപ്പിസോഡിൽ തന്നെ നമ്മൾ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എത്ര ഉണ്ടെന്ന് നോക്കാം. ഒന്നിക്കുള്ളുണ്ടെങ്കിൽ ലാഭമായാന്. ഇല്ല, ലക്ഷണം കണ്ടിട്ട് ഒരെണ്ണം തന്നെ ഉള്ളൂ. ഇവിടെ നമ്മള് പൊട്ടിക്കാൻ പോണാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ നമ്മുടെ സ്റ്റോണും കാര്യങ്ങളെല്ലാം ഗ്രൈൻഡ് ചെയ്തൊരു പെട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായി. ഇത് നമുക്ക് വേണ്ടെന്ന് പറയുമ്പോൾ സ്പ്രൂസ് വുഡ് ആണ്. അത് നമ്മൾ എന്തായാലും ഇവിടെ സാപ്ലിങ്സ് വെച്ച് ഗ്രൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇന്നൊന്നും നമുക്ക് വേണ്ട വുഡുകൾ കിട്ടില്ല. അപ്പം നമ്മൾ മഞ്ഞ വഴിക്കൊരു ടൈഗർ ഫോറസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായി. നമ്മളെന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ പോലെയാണ്. ഒരു 4 ആക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള ആക്സ് പൊട്ടാറായിരിക്കണാണ്. സോ എന്തായാലും നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. സോ ഗൈസ്, അപ്പം നമ്മൾ ആ ടൈഗർ ഫോറസ്റ്റിലേക്ക് പോണ വഴിക്ക് നമ്മളൊരു റൂയിൻഡ് പോർട്ടൽ ഇവിടെ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ലൂട്ടൊക്കെ ഒന്ന് കളക്ട് ചെയ്തേക്കാം. നല്ല ലൂട്ടൊന്നും ഇല്ല, എന്നാലും നമുക്ക് 2 ഒബ്സിഡിയനും ഒരു ചെസ്റ്റ് പ്ലേറ്റും കിട്ടുന്നുണ്ട്. പ്ലാസ്റ്റിക് പ്രൊട്ടക്ഷൻ്റെ ഇതെന്തായാലും ഇട്ട് കിടക്കാം. റിച്ച് ആവട്ടെ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ സ്നോയി ടൈഗ ബയോമിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി എന്തായാലും നൈസായിട്ട് ഇവിടെ നിന്ന് വുഡ് കളക്ട് ചെയ്ത് തുടങ്ങാം. സോ ഗൈസ്, അങ്ങനെ നമ്മളെ വുഡ് എല്ലാം കളക്ട് ചെയ്ത് നമ്മളിപ്പോൾ നമ്മുടെ ടെമ്പററി ബേസിന്റെ ഒരു സംഭവത്തിൽ എത്തിയിട്ടുണ്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ബേസ് പണിയണതിന്റെ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഈ ക്ലിയർ ചെയ്ത ലാൻഡിലാണ് ബേസ് പണിയാൻ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ ബിൽഡ്സ് ഒക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ വീട് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ ഭംഗി ഉണ്ടാവില്ല ബേസ്. ശരിയും നമ്മുടെ വീട് ഇങ്ങനെ എടുത്തേക്കില്ല. ആ ഒരു ഇതിൽ ഞാനിപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ബേസ് പണിയാൻ പോകണതാണ്. ഇവിടെ നമ്മൾ കുറച്ചൊന്ന് ടെറാഫോം ചെയ്യാനുണ്ട്. അത് എത്ര ചെയ്തിട്ടൊന്നും പെർഫെക്റ്റ് ആവാനുള്ള. നമുക്ക് അതും കൂടെ നോക്കിയിട്ട് ബേസിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. സോ ഗൈസ്, നമുക്ക് എന്തായാലും ഒരു സ്റ്റോൺ കട്ടറിന് ആവശ്യം ഉണ്ടായിരുന്ന നമുക്ക് സ്റ്റോൺ കട്ടർ എന്തായാലും ആദ്യം തന്നെ ഉണ്ടാക്കിയേക്കാം. ഒരു അയൺ പോയിട്ടുണ്ട്. നമ്മുടെ ഏർലി ഗെയിമില് അത്ര അത്യാവശ്യമാണോന്ന് വെച്ചാൽ അല്ല, പക്ഷെ ഭാവിയിൽ ആവശ്യം വരുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇപ്പൊ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, അപ്പം നമ്മൾ മെയിനായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കണമെന്ന് പറയുമ്പോൾ ഇത്രയും ബ്ലോക്സ് ആണ്. ഇത് നമുക്കിനി നൈസായിട്ട് ഇവിടെ നിന്ന് പണി തുടങ്ങാം. പ്രിന്റർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ബേസിൽ ഐശ്വര്യമായിട്ട് പണി തുടങ്ങാം. Inside her new Balenciaga.
അപ്പൊ നമ്മുടെ വീടിന്റെ ബിൽഡ് ഇവിടെ കംപ്ലീറ്റ്ലി ഫിനിഷ് ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വീടിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ. നമുക്ക് ഇതിന്റെ ചുറ്റിനൊന്ന് കാണിച്ചു തരാം. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഓളെടുത്ത് പണിഞ്ഞ വീടാണ് ഗൈസ് ഇത്. അതുകൊണ്ടാണ് കുറെ ഭാഗമൊക്കെ ടൈം ലാപ്സിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായി. പിന്നെ മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ വീടിന്റെ ഇന്റീരിയർ ഇപ്പോഴും കംപ്ലീറ്റ്ലി എംപ്റ്റി ആണ്. അതിന്റെ പണി എന്തായാലും അടുത്ത എപ്പിസോഡ് എല്ലാം ചെയ്യണമായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്യണമായിരിക്കും. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ആദ്യം കാണിച്ച ലുക്ക് തന്നെയായിരുന്നു. ഇവിടെ ജസ്റ്റ് ഒരു പാത്ത് വേ പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സൈഡിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു ലീവ്സ് ഓവർഗ്രൗണ്ട് പോലത്തെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാൻഡേൺ ഇവിടെ ചുറ്റിനും ലൈറ്റിങ് കിട്ടാൻ വേണ്ടി സെയിം ഡിസൈൻ തന്നെ നമ്മൾ ഈ ബാക്കിൽ ഈ ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ജസ്റ്റ് ബാക്ക് സൈഡിൽ നിന്നുള്ള എൻട്രൻസ് പോലെ ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ കേസ്. ഇവിടെ നിന്നും സെക്കൻഡ് ഫ്ലോറിലേക്ക് ഡയറക്റ്റ് കയറാൻ പറ്റും. പക്ഷെ പറഞ്ഞ പോലെ തന്നെ ഇന്റീരിയറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ നമുക്കൊരു 3rd ഫ്ലോർ വരും ഗൈസ്. ഈ റൂഫ് എന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റിലാണ് പണിതേക്കണം, അതുകൊണ്ട് ഒരു 3rd ഫ്ലോറും കൂടി പണിയാനുള്ള സെറ്റപ്പ് ഉണ്ട് ഈ വീടിന്. പിന്നെന്ന് പറയുമ്പോൾ ഇവിടെ ജസ്റ്റ് ഈ ലീവ്സ് മാത്രമേ ഉള്ളൂ. കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സെറ്റപ്പ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഏരിയ വിൻഡോസ് ഒന്നും ഇല്ലാണ്ട് പ്ലെയിൻ ആക്കി ഇട്ടിട്ടുണ്ട്. അതേസമയം സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ വിൻഡോസ് എല്ലാം ചെയ്തിട്ടുണ്ട് ഗൈസ്. ഒരേ ഡിസൈൻ തന്നെയാണ് എല്ലാം വിൻഡോസിലും ചെയ്തേക്കണത്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഏറ്റവും ടോപ്പ് പോർഷനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടിയാണ് ചെയ്തേക്കണത് ആ റൂഫിന്റെ ഭാഗം. അത് ഞാൻ എത്രയൊക്കെ നോക്കിയിട്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടായില്ല ഗൈസ്. നമുക്ക് അത് ഈ പോർഷൻ എന്തായാലും നമ്മൾ ബ്ലാങ്ക് ആക്കി ഇട്ടിട്ടുണ്ട്. എല്ലാ സൈഡും ഒരേപോലെ ഇരിക്കണ്ടല്ലോ. നമ്മൾ മിക്കവാറും അതന്നെ ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ അവിടെ നോക്കും ഗൈസ്. സോ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് പഴയ ഹാർഡ് കോർ സീരീസിന് കിട്ടിയ അതേ സപ്പോർട്ട് തന്നെ ഈ ഒരു സീരീസിനും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. സോ ഇതൊരു വീഡിയോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. പിന്നെ ഗൈസ്, മഞ്ചട്ടി മുക്കിൻ്റെയും ഈ ഹാർഡ് കോറിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് വല്ല ഇടാനായിരിക്കും നോക്കുന്നത് ഗൈസ്. സോ ബൈ ഗൈസ്.